സിനിമകളിൽ നമ്മൾ കാണുന്ന പേടിപ്പെടുത്തുന്ന ബാധയൊഴിപ്പിക്കൽ രംഗങ്ങൾ വെറും ഭാവനയാണോ? തല കറങ്ങുന്നതും വായുവിൽ ഉയർന്നു പൊങ്ങുന്നതും സത്യമാണോ? കത്തോലിക്ക സഭ ഇന്നും ഔദ്യോഗികമായി നടത്തിവരുന്ന എക്സോർസിസം അഥവാ ബാധയൊഴിപ്പിക്കൽ ചടങ്ങുകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യം എന്താണ്? നമുക്ക് പരിശോധിക്കാം. മനുഷ്യ ചരിത്രത്തിൻ്റെ ആരംഭം മുതൽക്കേ നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം നടക്കുന്നുണ്ട്. ലോകത്തിലെ എല്ലാ സംസ്കാരങ്ങളിലും മതങ്ങളിലും തിന്മയുടെ ശക്തികളെ പുറത്താക്കുന്ന ചടങ്ങുകളെക്കുറിച്ച് പരാമർശങ്ങളുണ്ട്. എന്നാൽ ആധുനിക കാലഘട്ടത്തിൽ പോലും ലോകത്തെ ഏറ്റവും വലിയ ആത്മീയ പ്രസ്ഥാനമായ കത്തോലിക്ക സഭ അതീവ ഗൗരവത്തോടും രഹസ്യാത്മകതയോടും കൂടി തുടർന്നു പോരുന്ന ഒരു ചടങ്ങാണ് എക്സോർസിസം അഥവാ ബാധയൊഴിപ്പിക്കൽ. സിനിമകളിൽ നാം കാണുന്ന പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾക്കപ്പുറം എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യ വശമെന്നും സഭ എങ്ങനെയാണ് ഈ വിഷയത്തെ ശാസ്ത്രീയമായും ആത്മീയമായും സമീപിക്കുന്നത് എന്നും നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ചാണ് നാം വിശദമായി പരിശോധിക്കാൻ പോകുന്നത്. എക്സോർസിസം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ പലരുടെയും ഉള്ളിൽ വരുന്നത് അന്ധവിശ്വാസത്തിൻ്റെ ചിത്രങ്ങളാണ്. എന്നാൽ ആധുനിക കത്തോലിക്ക സഭ ഈ വിഷയത്തിൽ അന്ധമായ വിശ്വാസമല്ല വെച്ചു പുലർത്തുന്നത്. ബാധയൊഴിപ്പിക്കൽ എന്ന പ്രക്രിയയിലേക്ക് കടക്കുന്നതിനു മുൻപ് സഭ സ്വീകരിക്കുന്ന കർശനമായ നടപടിക്രമങ്ങൾ ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. ഒരു വ്യക്തിയിൽ അസ്വാഭാവികമായ മാറ്റങ്ങൾ കാണുമ്പോൾ സഭ ആദ്യം നിർദ്ദേശിക്കുന്നത് ആത്മീയ ശുശ്രൂഷയല്ല, മറിച്ച് വൈദ്യശാസ്ത്ര പരിശോധനയാണ്. വിദഗ്ധരായ ഡോക്ടർമാരും മനഃശാസ്ത്രജ്ഞരും ആ വ്യക്തിയെ വിശദമായി പരിശോധിക്കണം. സ്ക്രീസോഫീനിയ, എപ്പിലെപ്സി അഥവാ അപസ്മാരം, ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ തുടങ്ങിയ മാനസികവും ശാരീരികവുമായ രോഗങ്ങളല്ല ആ വ്യക്തിയെ ബാധിച്ചിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ്. ശാസ്ത്രത്തിന് കൃത്യമായ വിശദീകരണം നൽകാൻ കഴിയുന്ന ഒന്നിലും സഭ ഇടപെടാറില്ല. മാനസിക രോഗ ചികിത്സകൾ ഫലിക്കാതെ വരികയും ഒപ്പം ചില അമാനുഷിക ലക്ഷണങ്ങൾ പ്രകടമാകുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു വൈദികൻ ആ കേസ് ബിഷപ്പിൻ്റെ മുൻപാകെ സമർപ്പിക്കുന്നത്. എക്സോർസിസം എന്ന പ്രക്രിയയിലേക്ക് സഭ കടക്കുന്നത് വളരെ ജാഗ്രതയോടെയാണ് എന്നർത്ഥം. ബാധയൊഴിപ്പിക്കലിന് സഭ പ്രധാനമായും 4 ലക്ഷണങ്ങളാണ് ആധാരമാക്കുന്നത്. ഒന്നാമതായി, ഒരിക്കലും പഠിച്ചിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായ പുരാതന ഭാഷകൾ, ഉദാഹരണത്തിന് ലാറ്റിൻ, അരാമിക്, ഗ്രീക്ക് എന്നിവ സ്ഫുടമായി സംസാരിക്കാനുള്ള കഴിവ്. രണ്ടാമതായി, സാധാരണ നിലയിൽ ഒരു